അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ജീവിതം ഭാരപ്പെട്ടിരിക്കുന്നവരെ ദൈവം എങ്ങനെയെങ്കിലും അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരടി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ച ഞങ്ങളുടെ തിരുസന്നിധിയിൽ ദൈന്യതയോടെ ദാസൻ യജമാൻ്റെ കണ്ണുകൾക്കെന്ന പോലെ ദാസി സ്വാമിനിയുടെ കണ്ണുകൾക്കെന്ന പോലെ നോക്കുന്ന പോലെ ആദ്യമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ചെറിയ കടകളൊക്കെ നടത്തുന്നവർ ഈശോയെ വല്ലാതെ വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ.
അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തവരുടെ മകനെ മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമേ ഉള്ള അമ്മേ. അതെല്ലാ മക്കളും അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളും ഈ പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾക്കാരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് കത്തോലിക്കിന് പ്രത്യേകിച്ച് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെന്തക്കോസ്റ്റൽസ് അങ്ങനെ തന്നെയാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പ്രാർത്ഥനാ ജീവിതമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അതാ. ഇപ്പം ആലപ്പുഴ ഞങ്ങളുടെ ഈ സൈഡിലെല്ലാം സന്യാസ സഭകളാണ്, മിഷണറിമാരല്ല ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശോ സഭക്കാരുടെ ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു. ആ ട്രെയിനിങ് പിന്നെ കിട്ടിയില്ല. ഡച്ചുകാർ വന്നപ്പോൾ ആ ട്രെയിനിങ് പോയി. അത് വേറൊരു ട്രെയിനിങ് ആയിരുന്നു. പിന്നീട് വന്നവർക്ക് കൂടുതൽ ഭക്തിക്കായും ആയിരിക്കും പ്രാധാന്യം വന്നത്. അതുപോലെ ഇപ്പോൾ ഈ മേഖലയിലുള്ളവരെല്ലാം വളരെ ഭക്തിക്കാരാണ്. പക്ഷെ ജീവിതത്തിലെ നിലപാടുകൾ വരുമ്പോൾ ഭക്തി വേറെ, നിലപാട് വേറെയായിട്ട് മാറും. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അഭിമുഖീകരിച്ച് വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പം യാക്കോബിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എന്ത് തേനും കട്ടയാണെന്ന് പറഞ്ഞാലും അസസ്മെൻ്റ് വരുമ്പോൾ യാക്കോബാണെന്ന് കർത്താവ് നോക്കത്തില്ല. നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന പോലുള്ള പരിപാടിയാണ്. കാപട്യമുള്ളവനെ കാപട്യമുള്ളവൻ തന്നെ പറയും. ബ്രാൻഡഡാണ് ആ സാധനം. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും സ്റ്റാറ്റസ് ലോയിങ് ഒരു എപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്ത് വരണം. ഇപ്പോൾ ഈശോയ്ക്ക് ജ്ഞാനസ്ഥാനത്തിൽ പിതാവ് സ്റ്റാറ്റസ് കൊടുത്തില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഡാമേജ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് പിന്നീട് നടക്കണതല്ല. മരുഭൂമി അപ്പം എടുത്തിട്ട് നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയും. ദേവാലയത്തിന് മോടിക്കൂടെ നിർത്തിയിട്ട് പറയും നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടാൻ പറയും. അപ്പോഴേ ഇവിടെ എല്ലാം വരുന്നൊരു വിഷയം, ഒന്നെങ്കിൽ ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് സാത്താൻ ഒരു പ്രലോഭനത്തിലൂടെ ഈശോയ്ക്ക് തെളിവ് കൊടുത്തിട്ട് തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോഴെന്ത് പറ്റും, അത് ഓട്ടോമാറ്റിക്കൽ ലോകാരൂപിയിലേക്ക് പോകും. അത് ലോകാരൂപിയിലേക്ക് പോകും. ഇപ്പം എങ്ങനെ ഇപ്പം അതുപോലെ തന്നെ സ്വന്തം വിശപ്പ് മാറ്റാൻ വേണ്ടി കല്ലപ്പമാക്കിയാലും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ദൈവികത അതൊരു ദുർച്ചലവിൻ്റെ കൂട്ടത്തിൽ പോകും. ഈശോയെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ടോർപ്പുട ചെയ്യുന്നത് മുഴുവനും, ലക്ഷ്യം വെക്കുന്നതും ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ഈശോയുടെ സ്റ്റാറ്റസിനെയാണ് ചെയ്യുന്നത്. ഈ സ്റ്റാറ്റസിന് ഡാമേജ് ആക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പ്രലോഭനങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മളുടെ ദൈവികമായ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിലുള്ള ലോകത്തിൻ്റെ സ്റ്റാറ്റസ്, ലോകം നൽകുന്ന സ്റ്റാറ്റസ് ക്രമേണ സബ്സൈഡ് ചെയ്യുന്നിടത്ത് വെച്ചാണ് ഒരു പ്രായോഗികമായ ഒരു സുവിശേഷ വിഹിതമായ ആധ്യാത്മികത രൂപപ്പെട്ടു വരുന്നത്. തിരുസന്നിധിയിൽ നിൽക്കുവാൻ എന്നെ ഒരുക്കിയ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സുന്ദരരാജൻ. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ കടവിള ഇടവയിൽപ്പെട്ട അംഗമാണ്. ഞാൻ ഒരുപാട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിലുടനീളം സംഭവിച്ച ഒരുപാട് അനുഗ്രഹങ്ങളും കർത്താവ് എന്നെ രക്ഷിച്ച സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഏതാനും 2 മാസത്തിന് മുമ്പേ സംഭവിച്ച കാര്യമായിരുന്നു. ഞാൻ കുറേ നാളും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് തിരുപ്പൂരിൽ കുറച്ച് നാൾ നിൽക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ തിരികെ വരുമ്പോഴത്തേക്ക്
ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എനിക്ക് നടക്കുവാനോ സംസാരിക്കുവാനോ ഒട്ടും പറ്റാത്ത വിധം ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുകയും ശരീരം പൂർണ്ണമായി വിറയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ നിയോഗം പോലെ ഞാൻ എവിടെ പോയിരുന്നാലും കാശുരൂപം എൻ്റെ കയ്യിൽ കരുതുമായിരുന്നു. ഞാൻ ഉടൻ തന്നെ അവരെന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, എങ്കിലും ആദ്യം ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യും, എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കും, അമ്മ മാതാവ് എന്നെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ ആയിരുന്ന ആ റൂമിൽ ഈശോയുടെ ഒരു സ്വരൂപവും അതിനോടൊപ്പം ഒരു കുരിശും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ അത് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുറേ വൈറൽ ഫീവറിൻ്റെയും മറ്റ് രോഗങ്ങളുടെയൊക്കെ ചെക്കപ്പ് നടത്തി, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് രാത്രി എന്നെ CT സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ എടുക്കാൻ പോയി. അപ്പോഴത്തന്നെ ഞാൻ കാശുരൂപം എടുത്ത് ഉടമ്പടി തൈലമെല്ലാം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പൂശിയിട്ടാണ് ഞാൻ ഈ CT സ്കാൻ എടുക്കാനായിട്ട് പോയത്. CT സ്കാനെല്ലാം എടുത്ത് അന്ന് രാത്രി തന്നെ പിറ്റേ ദിവസം റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിനക്ക് അസാധ്യമായതൊട്ടൊന്നുമില്ല എന്ന് ഞാൻ പറയുകയും അങ്ങനെ ഈശോ അന്ന് രാത്രിയിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ കട്ടിലായിരുന്നപ്പോൾ രാത്രിയിൽ എപ്പോഴും കാശുരൂപം എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഈ കട്ടിൽ പിടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുലുക്കുന്ന ഒരവസ്ഥ. ഞാൻ അപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ വീണു പോയല്ലോ, ഇപ്പോൾ ഞാൻ കട്ടിലും താഴെ വീണു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് കേട്ടൊരു ശബ്ദമാണ്, പിന്നെ നിനക്ക് സുഖം പ്രാപിക്കണ്ടേ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പാൻ രാവിലെ തന്നെ സിസ്റ്റേഴ്സ് വന്നു. അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ബ്ലഡിൻ്റെ അനലൈസിങ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് എടുത്തിട്ട് പോയി. അവർ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. അത് CT സ്കാനിൽ റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചെസ്റ്റിൻ്റെ വലത് ചെസ്റ്റ് കംപ്ലീറ്റ് ഇൻഫെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ 2 കിഡ്നിയും സാധാരണതിലധികം വീർത്ത് 2 കിഡ്നി ഇൻഫെക്ഷനായി. ഞാനൊരു റെഗുലർ മെഡിസിൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് അമിതമായ അളവിൽ ഷുഗറും ക്രിയേറ്റിൻ വർദ്ധിക്കുകയും അങ്ങനെ യൂറിക് ആസിഡ് അമിതമായി വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി എൻ്റെ അവസ്ഥ അല്പം മോശമാണ്. ഡോക്ടർ പറഞ്ഞു ചിലപ്പം വീണ്ടും ICUയിലേക്ക് പോകേണ്ടി വരുമെന്ന്. അന്ന് തന്നെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും തലേ ദിവസം ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് 2-3 പോയിൻ്റ് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. അങ്ങനെ വീണ്ടും ഡോക്ടർ പറഞ്ഞു ചികിത്സയിൽ 7 ദിവസത്തോളം ഞാൻ അവിടെ അഡ്മിറ്റായിരിക്കുകയും പൂർണ്ണമായി കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് സാധിച്ചു. വളരെ മോശമായ അവസ്ഥയിലായിരുന്നു, പറയാൻ പറ്റാത്ത വിധം മോശമായ അവസ്ഥയിലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല, നടക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലും ദൈവകൃപയാൽ എന്നെ ഉയർത്തി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാനൊരു 7 വർഷത്തോളം എൻ്റെ ഉദരത്തിൽ ഭയങ്കരമായിട്ടുള്ള വേദനയും അസ്വസ്ഥതയും, എന്ത് കഴിച്ചാലും ഉടനെ ശബ്ദമുണ്ടാകുകയും ഇങ്ങനെ പൊളിച്ച് കയറുന്നത് പോലെയുള്ള അസ്വസ്ഥത എനിക്ക് എപ്പോഴും തോന്നുകയും വയറിങ്ങനെ അമിതമായി വീർക്കുകയും ചെയ്യും. അപ്പോൾ പല സുഹൃത്തുക്കളും പറഞ്ഞു ഒരു നല്ല ടെസ്റ്റ് നടത്തണമെന്ന്. അങ്ങനെ ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ പോയി എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും എല്ലാം എടുത്തു. അങ്ങനെ മരുന്ന് കഴിച്ചിട്ടും അതിന് ഒരു കുറവും ഉണ്ടായില്ല. ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാ ദിവസവും പ്രഭാതത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും അതിനോടൊപ്പം തേനും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരമായി കഴിക്കുകയും ഒരു മരുന്നും ഉപയോഗിക്കാതെ തന്നെ എനിക്ക് എൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന സർവ്വരോഗങ്ങളും പൂർണ്ണമായി സൗഖ്യപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ വയറിങ്ങനെ വീർത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ആ അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ അതിൽ നിന്നും ഈശോ എന്നെ സുഖപ്പെടുത്തി കരയറ്റി. അതിനുശേഷം മൂന്നാമത്തെ സാക്ഷ്യം, ഞാൻ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരുപാട് അകപ്പെട്ടു പോയി. കാരണം കുറച്ച് സഹകരണ ബാങ്കുകളിലൊക്കെ കുറച്ച് ക്യാഷ് നിക്ഷേപിക്കുകയുണ്ടായി. ആ ക്യാഷൊന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ ആയപ്പോഴത്തേക്ക് ഞാൻ മകളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് മെഡിസിൻ പഠിക്കാൻ ഫീസ് കെട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പരീക്ഷ അടുത്ത് വന്നപ്പോഴതുവരെയും എനിക്ക് ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ല. 19 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ഒരു ഹാൾ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ, എക്സാമിന് ഇരുത്തുകയുള്ളൂ എന്ന് പറഞ്ഞു.
എൻ്റെ കയ്യിലാണെങ്കിൽ ഏതാനും 7 ലക്ഷം രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വേറെ പൈസ എങ്ങനെ കിട്ടും എന്നൊന്നും എനിക്കറിയില്ല, ഒരു ലക്ഷ്യവുമില്ല. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും ഈശോയുടെ സാമീപ്യം ഉള്ളതുകൊണ്ട് മനസ്സിലൊരു ധൈര്യമുണ്ടായിരുന്നു. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റായി. അന്നേ ദിവസം 10 മണി വരെയും എനിക്കൊരു ലക്ഷ്യവുമില്ല. എൻ്റെ കയ്യിലുള്ള ഈ 7 ലക്ഷം രൂപ, 7 ലക്ഷം സംതിങ് അത്ര മാത്രമേ ഉള്ളൂ. മറ്റ് ഈ 19 ലക്ഷം രൂപ അടച്ചാൽ ഹാൾ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്ന് മാനേജർ ഫോണിലൂടെ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അന്നേ ദിവസം ഞാൻ എൻ്റെ 10 മണിക്ക് ശേഷമാണ് ഞാൻ ചേച്ചിയുടെ അടുത്തും എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ അടുത്തും പൈസ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് ചോദിക്കുകയുണ്ടായി. അവരൊരു മടിയും കൂടാതെ തന്നെ ദൈവമാതാവിൻ്റെ ഈശോയുടെയും സഹായത്തോടെ കൃപയോടെ അവരെനിക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണയം വെച്ചും അവരുടെ കയ്യിൽ നിക്ഷേപമായിട്ടുണ്ടായിരുന്ന പൈസയും പൂർണ്ണമായി എനിക്ക് എടുത്തു തരികയും വീണ്ടും കുറച്ച് 2 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വന്നു. അത് ഞാൻ വേറൊരു സുഹൃത്തിനെ അപ്പോൾ ഫോൺ വിളിച്ചതിന് ഞാനിങ്ങനെ ഒരു കണ്ടീഷനിലാണെന്ന് പറഞ്ഞു. ആ സുഹൃത്തും ഒരു മടിയും കൂടാതെ തന്നെ ആ ക്യാഷ് അപ്പോഴത്തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരികയും ഏകദേശം 3 മണിയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് 19 ലക്ഷം രൂപ എത്തിച്ചേർന്നു. ഞാൻ അവിടെ തന്നെ ബാങ്കിൽ നിന്നുകൊണ്ട് ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്ത് NEFT-യിലേക്ക് ഫോം ഫില്ല് ചെയ്ത് കോളേജിലേക്ക് അയക്കുകയും 19 ലക്ഷം രൂപ. അപ്പോൾ മകൾ പറഞ്ഞു, പപ്പ എല്ലാ കുട്ടികളും ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ട് പോയി, ഞാനിപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ പേടിക്കണ്ട, കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ദൈവം നടത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫീസ് NEFT വഴി അടയ്ക്കുകയും അപ്പോഴത്തേന് എൻ്റെ സ്ക്രീൻഷോട്ട് മാനേജർക്ക് അയക്കുകയും വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും ചെയ്തു. ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കോപ്പി മകൾക്കും വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കോപ്പി കാണിച്ചിട്ട് മകൾ പോയി അവിടെ HR-ൽ പോവുകയും അവിടെ നിന്ന് തന്നെ അവരുടൻ തന്നെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദൈവമാതാവും ഈശോയും ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കും. മനുഷ്യനായ നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ബോധ്യം കർത്താവ് നൽകി. അതിനോടൊപ്പം തന്നെ ഒരു തിരുവനന്തപുരത്തിലേക്ക് മകളെ ഹോസ്റ്റലിൽ വിടാനായിട്ട് ഞാനും ഫാമിലിയായിട്ട് ഇങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, കഴക്കൂട്ടം ബൈപ്പാസ് വഴി പോകുമ്പോഴത്തേക്ക് എൻ്റെ മുമ്പിൽ വേറൊരു മിനി ലോറി വേറൊരു ട്രാവൽസിനെ ചേസ് ചെയ്ത് പോവുമായിരുന്നു. ഞാൻ എൻ്റെ ഏതാനും 10 മീറ്റർ തൊട്ട് പിന്നിലെ വാഹനം ഞാനായിരുന്നു. ആ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ആ വണ്ടി ഒരു ഭാഗത്തേക്ക് ചെരിയുകയും ഞാൻ സിനിമയിൽ പോലും കാണാത്ത വിധം ആ 2 സൈഡിലെ വീലിലും മാത്രമാവുകയും ആ വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് വീണ്ടും ഡിവൈഡറിൽ പോയി തട്ടി തിരിച്ചു വരുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ വളരെ ചെറിയ നാരോ സ്പേസിലൂടെ എൻ്റെ മകളും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. വൈഫ് വിളിക്കുകയായിരുന്നു. മകൾ പറഞ്ഞു, പപ്പ സ്പീഡ് കൂട്ടിക്കോ എന്ന്. അങ്ങനെ ഞാൻ വളരെ സ്പീഡ് കൂട്ടി. ആ വളരെ ചെറിയ ഒരു ഗ്യാപ്പിൽ കൂടെ ഞാൻ ആ സർവീസ് റോഡിലേക്ക് വീഴാതെ, വളരെ ആഴത്തിലായിരുന്നു സർവീസ് റോഡ്, ആ സർവീസ് റോഡിലേക്ക് വീഴാതെ ദൈവം അന്ന് രക്ഷിച്ചു. അമ്മ മാതാവും. അന്നേ ദിവസം ഒരു പ്രത്യേകത വെച്ചാൽ, ഞാൻ ഈ മകളെയും കൊണ്ട് യാത്ര പോകുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും സന്ധ്യാപ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിയതിന് ശേഷമായിരുന്നു നമ്മൾ ആ യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയുടെ ആ പ്രാർത്ഥനകളിൽ കൃത്യമായി പോകുമ്പോൾ ഈശോ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുമെന്ന് ഉള്ള ഏറ്റവും വലിയൊരു തെളിവായിരുന്നു. സർവീസ് റോഡിലേക്ക് പോയി വീഴുന്നാൽ പിന്നെ ഞങ്ങളുടെ ആ കുടുംബം തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. ആ ഒരു നിലയിലേക്ക് വലിയ താഴ്ന്ന സ്ഥലത്താണ് ബൈപ്പാസിൻ്റെ സർവീസ് റോഡ്. അതിൽ നിന്ന് ഈശോ ഞങ്ങളെ രക്ഷിച്ചു. കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വന്ന് പത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു മടിയും കാണിക്കാതെ അന്നേ ദിവസം രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിനെ കൃത്യമായി 4ആയിട്ട് മടക്കി കൃത്യമായിട്ട് എല്ലാ പേപ്പറും എടുത്ത് മടക്കി മേശപ്പുറത്ത് വെച്ച് മടക്കി കൃത്യമായിട്ട് വച്ചതിന് ശേഷം ചിലപ്പോൾ കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിനാൽ ഞാൻ എന്ത് ചെയ്യുന്ന വീട്ടിൽ വെച്ച് തന്നെ ഒരുപാട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നത്. ഇവിടെ അച്ഛൻ്റെ നിർദ്ദേശം പോലെ ഞാൻ കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കുന്നത്. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് കൊടുക്കാറില്ല. പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഞാൻ ഇങ്ങനെ പത്രങ്ങൾ കൊടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലും വഴിയോരങ്ങളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത്. ആരെങ്കിലും പത്രം വാങ്ങാൻ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആ പത്രം കൊടുക്കുകയില്ല. പത്രം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനോടൊപ്പം തന്നെ അവരുടെ അടുത്ത് ഇവിടെ വരാനുള്ള ആ വഴിയും മറ്റ് നിർദ്ദേശങ്ങളുമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്ന് പരിചയപ്പെട്ട കുറേ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ ചേർന്ന് ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുക മാത്രമല്ല അവിടെയുള്ള അപ്പച്ചൻ അമ്മച്ചിമാരുടെ കൂടെ ആരും സംസാരിക്കുവാൻ ഇല്ലാത്ത ആളുകളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ വിശേഷങ്ങൾ ആ ആഴ്ചകളിൽ സംഭവിച്ച എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യും. അവർക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ എന്തൊക്കെയാണോ കുറവുള്ളതെന്ന് അവിടുത്തെ ഇൻചാർജിനെ വിളിച്ച് ചോദിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി അത് അവർക്ക് കൊടുക്കും, ഷെയർ ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം മടങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ ഞാനും വൈഫും ഈ രോഗീ സന്ദർശനം നടത്താറുണ്ട്. കുടുംബ യൂണിറ്റുകളിലൊക്കെ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കും. പിന്നെ വാർദ്ധക്യത്വമായിരിക്കുന്നവർക്ക് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ആരും അവശ്യനായി വരുന്ന ആളുകളെ കണ്ടാൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ചിലപ്പോൾ പൊതിച്ചോറ് വാങ്ങിക്കൊടുക്കും. എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. അപ്പോൾ മരുന്നിന് പൈസയില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ആവശ്യത. അപ്പോൾ ഞാൻ അവർക്ക് എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ പൈസ സഹായിക്കുകയും മരുന്ന് വാങ്ങാനായിട്ട് സഹായിക്കും. ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണം, ചായയാണ് ആവശ്യമാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കും. പിന്നെ റെയിൽവേ സ്റ്റേഷനിലും വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അവശരായി കണ്ടാൽ അവർക്ക് ഭക്ഷണപ്പൊതി വാങ്ങിക്കൊണ്ട് കൊടുക്കും. പിന്നെ ഞാനും വൈഫുമായിട്ട് ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞായറാഴ്ചകളിൽ വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും നല്ലൊരു നവമായ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചു. അതിനു മുമ്പേ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല, മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അധികമായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും പ്രവർത്തിക്കുവാനുള്ള തീക്ഷ്ണതയുണ്ട്. കുടുംബജീവിതത്തിലും കൃത്യമായ പ്രാർത്ഥന, അല്ലെ ചിലപ്പോൾ വൈകുന്നേരം മുമ്പിലൊക്കെ ആണെങ്കിൽ കുടമ്പടിക്ക് മുമ്പിൽ എനിക്ക് പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ എവിടെയായിരുന്നാലും, യാത്രയിലായിരുന്നാലും, വാഹനത്തിലായിരുന്നാലും, ആ സമയത്ത് ഞാൻ ട്രെയിനിലായിരുന്നാൽ പോലും അലാറം വെച്ച് രാവിലെ പ്രഭാതത്തിൽ തന്നെ 5:30 എണീറ്റ് പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈവനിങ്ങിൽ എവിടെയായിരുന്നാലും അതും സന്ധ്യാപ്രാർത്ഥനകൾ മുടങ്ങാതെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളൊരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ, ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ, ഈശോയെ വിശ്വസിച്ച് ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എവിടെയായിരുന്നാലും ഈശോയും അമ്മ മാതാവും ഞങ്ങളുടെ കൂടെ നടക്കുന്നു. നിങ്ങൾക്ക് മുമ്പേ നടക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മുടെ മുമ്പേ നടക്കും. മുമ്പേ അല്ല, ഞങ്ങളുടെ കൂടെ നടക്കും, കൈ പിടിച്ച് നടക്കും. എവിടെ പോയാലും എന്ത് ആവശ്യത്തിന്, ചെറുതും വലുതുമായ എന്ത് ആവശ്യത്തിന് പോയിരുന്നാലും കർത്താവ് അവിടെ ഉയർത്തി നിർത്തും, എല്ലാവരുടെയും മുമ്പിൽ നിർത്തും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം. ഇനിയും എനിക്ക് 1-2 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും അടുത്ത് സാക്ഷ്യം പറയാനായിട്ട് വരും. ദൈവം അതിനു വേണ്ടിയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളെയും അവിടെ നിന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈശോയുടെ ഈ തിരുമുമ്പിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങളോടും ഈ സാക്ഷ്യം, എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ഇടയായ കൃപയ്ക്കായി ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ടു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 29-ാം തീയതിയാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ ഇടയായത് യൂട്യൂബിൽ കൂടെയാണ് ഞാൻ ഇത് കാണുന്നത്, ഈശോയുടെ ഇവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാൻ ഇടയായത്. വളരെ പ്രാവശ്യം ആഗ്രഹിച്ചുവെങ്കിലും ദൈവം തിരുമനസ്സായപ്പോൾ മാത്രമാണ് എനിക്കിവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി ജീവിതത്തിലായിരിക്കുവാനും സാധിച്ചത്. ഈശോയ്ക്കും മാതാവിനും 4.5 വർഷമായിട്ട് ഞാൻ UK ഫാമിലിയായിട്ട് അവിടെ സ്ഥിരതാമസമാണ്. ഇത് എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. 2019 ജൂലൈ 3 തുടങ്ങി ഞാൻ ഉടമ്പടിയിലാണ്. എൻ്റെ ഇതിന് മുമ്പത്തെ ഉടമ്പടി സാക്ഷ്യത്തിൽ എനിക്ക് UK പോകാൻ മാതാവ് വഴി ഈശോ അനുഗ്രഹിച്ച സാക്ഷ്യം ഞാനിവിടെ അൾത്താരയിൽ കയറി പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും എനിക്ക് 2ാമത്തെ ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു അവസരമല്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാനിപ്പോൾ UK വന്നിരിക്കുന്നത് ഒരു എമർജൻസി ലീവ്, അതായത് ഒരു മാസമായിട്ട് എനിക്ക് പെട്ടെന്ന് നടുവിന് കലശലായ വേദന ഉണ്ടാവുകയും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ, ഞാനവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു UK. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അതുമാതിരി നടുവേദന ഉണ്ടാവുകയും
അതേ തുടർന്ന് ഞാൻ സിക്ക് ലീവ് എടുത്ത് അവിടെ ഡോക്ടറെ അവിടെ ജനറൽ പ്രാക്ടീഷണറെ കണ്ട് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കുക, പെയിൻ കില്ലേഴ്സ് എടുക്കുക. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും എനിക്കൊരു കുറവും ഇല്ല, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റണില്ല. എനിക്ക് 2 പിള്ളേരുണ്ട്, ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റണില്ല, ഒന്നും പറ്റണില്ല. അപ്പം ഞാൻ പിന്നീട് അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ റേഡിയേറ്റിംഗ് ഉള്ള കാരണം MRI ചെയ്യാം. MRI ചെയ്തു. MRI ചെയ്തപ്പോൾ അവർ പറഞ്ഞു 3 സ്ഥലത്ത് ഡിസ്ക് ബൾജുണ്ട് സ്പൈനൽ കോഡിൽ. അതുപോലെ തന്നെ അവർ സ്പൈനൽ കോഡിൻ്റെ MRI ആണ് ചെയ്തെങ്കിലും ഇൻസിഡൻ്റൽ ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് തലയിൽ ഹെഡിൽ ഒരു സിസ്റ്റ്, എൻലാർജ്ഡ് സിസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ അത് അവർ ആ MRIയിൽ നോട്ടിഫൈ ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഫർദർ അപ്പോയിൻമെൻറ്റ്, ഇത് നേരത്തെ അറിയാൻ മേലാത്ത കാര്യമാണെങ്കിൽ ഫർദർ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർ നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമായിരുന്നു, ഈ സിസ്റ്റ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ആ റിപ്പോർട്ട് ഡോക്ടർ കണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും അവരെ ഫിസിയോതെറാപ്പിക്ക് റെഫർ ചെയ്തു ഈ നടുവേദനയ്ക്ക് വേണ്ടി. പക്ഷേ ഫിസിയോതെറാപ്പിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ 1 മാസം കഴിയും. അതുപോലെ ഒരു ഓർത്തോ ഡോക്ടറെ കാണണമെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഈ സിസ്റ്റം നിൽക്കുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പം തൊട്ടേ തലവേദന ഉണ്ടാകാറുണ്ട്, സൈനസൈറ്റിസ് ഉണ്ടാകാറുണ്ട്. അത് സൈനസൈറ്റിസിൻ്റെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഈ റിപ്പോർട്ടിൽ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുക. ഞാൻ ഓൾറെഡി NRI ഉടമ്പടി ആയതുകൊണ്ട് 1 കൊല്ലമാണ് അതിൻ്റെ ഇതെങ്കിലും എനിക്ക് പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തോന്നുക. ഓൺലൈൻ ഉടമ്പടി എടുത്തു, ഈ നിയോഗം വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് എന്നെ തോന്നിപ്പിക്കുകയാണ് പെട്ടെന്ന് നാട്ടിലോട്ട് പോവുക, നാട്ടിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെ കഴിഞ്ഞ മാസം 13-13 തീയതി ഞാൻ നാട്ടിൽ വന്നു. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് നടുവേ അത്രയും ട്രാവൽ ചെയ്ത് വന്നെങ്കിലും ഞാൻ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നീട് പിറ്റേ ദിവസം റിപ്പീറ്റ് MRI ചെയ്തു. റിപ്പീറ്റ് MRI ചെയ്തപ്പോൾ ഈ സെയിം ഡിസ്ക് ബൾജും ഉണ്ട്, അതിൻ്റെ കൂടെ പ്രൊട്രൂഷനും ഉണ്ട്, അതുപോലെ തന്നെ തലയിലെ സിസ്റ്റം അതേപടി ഉണ്ട്. അപ്പം നടുവേദനയാണ് അന്നപ്പം നിൽക്കണത്. സിസ്റ്റിൽ എനിക്ക് വേറെ സിംറ്റംസ് ഒന്നുമില്ല. അപ്പം നടുവേദന ആദ്യം ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു 10 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് നേരത്തെ ഉണ്ടതിലും കൂടുതൽ പെയിൻ അനുഭവപ്പെടുക. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈശോ ഇത് എന്തോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല മാതാവ്, ഞാൻ നിൻ്റെ തീരുമാനപ്രകാരമല്ലേ ഞാനിങ്ങനെ വന്നേ, അങ്ങനെ അതിനല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ, എന്നിട്ട് എന്തിനാണ് എനിക്കിങ്ങനെ വേദന തരുന്നതെന്ന് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ദൈവം എൻ്റെ അടുത്ത് ഈശോ എൻ്റെ അടുത്ത് തോന്നിപ്പിക്കുവാണ് മരുന്നോ ലേവനോ ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അന്ന് രാത്രിയിൽ മുഴുവൻ ഞാനിതിങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേന്ന് ഞാൻ ഡെയിലി ബ്രെഡിന് കാണാൻ വേണ്ടി 5:30 ആയപ്പോൾ എഴുന്നേറ്റു. ഞാൻ ഡെയിലി ബ്രെഡും കഴിഞ്ഞു, ഒരു കൊന്തയും ചൊല്ലി ഞാൻ കടന്നു. അപ്പോൾ ആ കലശലായ വേദന വന്ന നൈറ്റിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചു എൻ്റെ ഈശോ ഇവിടെ വന്നിട്ട് ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും എനിക്കൊരു പ്രയോജനവും ഇല്ല, എനിക്ക് അച്ഛൻ്റെ ഒരു കയ്പ് ശുശ്രൂഷ വഴി എനിക്ക് സൗഖ്യം കിട്ടും. പക്ഷേ എനിക്ക് അന്നേരം ഇപ്പം ട്രാവൽ ചെയ്ത് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. എന്നെ ആരും സമ്മതിക്കത്തില്ല, എന്നെ ഇവിടെ അത്രയും ദൂരം ഇവിടെ വന്ന് ട്രാവൽ ചെയ്യാമെന്ന് ആരും സമ്മതിക്കില്ല. പക്ഷെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു. പിന്നെ ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡെയിലി ബ്രെഡ് കണ്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയപ്പം എനിക്ക് ജോസഫ് അച്ഛനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്. അച്ഛൻ എനിക്കറിയാവുന്ന ഒരു ഇടവക പള്ളിയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുക. അപ്പോൾ ധ്യാനിപ്പിച്ച് ഞാൻ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുർബാന സ്വീകരണമായപ്പോൾ അച്ഛൻ്റെ ലൈനിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം വന്നപ്പം ഞാൻ അച്ഛൻ്റെ ലൈനിൽ വന്നു. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ഈശോയെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയാൽ അച്ഛൻ കൈ പിടിച്ചിരിക്കുന്ന കാസ പിടിച്ചിരിക്കുന്ന ആ കയ്യിലൊന്ന് തൊട്ട് അന്നേരപ്പം എനിക്ക് ഒരാശ്വാസം ലഭിക്കും. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. അച്ഛൻ്റെ അടുത്ത് കുർബാന സ്വീകരിക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിലൊന്ന് തൊട്ടു. അതേ തുടർന്ന് അച്ഛൻ എനിക്ക് കുർബാനയും തന്നു. കുർബാന തന്ന് കഴിഞ്ഞ് അത് റിയലായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുക. ആ കുർബാന എനിക്ക് തന്ന പുറകെ എനിക്ക് ശരീരം മുഴുവൻ അങ്ങൊരു അനുഭവം ഉണ്ടാവുകയാണ്. എന്നിട്ട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഞാൻ വേറെ എന്തൊക്കെയോ അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുവാണ്, ഈശോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ. അപ്പോൾ അന്ന് തുടങ്ങി എനിക്ക് നടുവേദനയ്ക്ക് നല്ല മാറ്റം തുടങ്ങി. പിന്നീട്
എൻ്റെ അടുത്ത് ഇങ്ങനെ തോന്നിക്കുകയാണ് ഈ സിസ്റ്റിൻ്റെ കാര്യം അവിടെ ചെന്നാൽ ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം ഒരു ENT ഡോക്ടറെ, കാരണം അത് സൈനസിൻ്റെ സ്ഥലത്താണ് അസിസ്റ്റ് കാണിച്ചേക്കുന്നത്, എന്നാൽ ഒരു ENT ഡോക്ടറെ കാണിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ENT ഡോക്ടറെ ഞാൻ പോയില്ല, അമ്മ കൊണ്ടുപോയി ഈ MRI റിപ്പോർട്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ MRIയിൽ നമുക്ക് ഇതല്ല, നമുക്ക് CT കോൺട്രാസ്റ്റ് വെച്ച് ചെയ്യണം. അങ്ങനെ CT കോൺട്രാസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ CT കോൺട്രാസ്റ്റ് ചെയ്തു, ഈ ENT ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടറുടെ പേര് വിനോദ് എന്നാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ആ റിപ്പോർട്ടിനകത്ത് ഞാൻ നോക്കിയിട്ടും അതിൻ്റെ അകത്ത് സിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, ബട്ട് ഒരു സൈനസൈറ്റിസിന് ഇൻഫ്ലമേഷൻ അങ്ങനത്തെ ഫൈൻഡിങ്സേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറെ കാണിച്ചു പറഞ്ഞു. ഡോക്ടറും പറഞ്ഞു ഇതിനകത്ത് സിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, പക്ഷേ സൈനസൈറ്റിസ് അതിന് മരുന്ന് തരാം, അത് കഴിച്ചാൽ മതി, അത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഈ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ എപ്പോഴും കേട്ടോണ്ടിരുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെയാണ്. അപ്പം കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് മാതാവ് തോന്നിക്കുകയാണ്, നീ പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം, അതായത് ഒരാളുടെ ചെവിയുടെ കാഴ്ചയ്ക്ക് 20% ഉണ്ടായിരുന്നുള്ളൂ കേൾവി. പിന്നെ ഡോക്ടർ വിനോദിനെ ആക്സിഡൻ്റലി അവർ ചെന്ന് കണ്ടപ്പോൾ ആ ഡോക്ടർ അവരുടെ കാഴ്ചയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പം ഞാനും ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ ഞാനും വിനീതെന്ന് പറഞ്ഞ ഡോക്ടറാണല്ലേ കണ്ടേ, ആ ഡോക്ടർ തന്നെയാണല്ലോ എൻ്റെ അടുത്ത് സിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ജോസഫ് അച്ഛനെ ആ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അനുഭവങ്ങളും ഈ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കണം, ഈശോയെ എനിക്ക് ആ സംഭവം കഴിഞ്ഞ് പിന്നെ മാതാവ് എൻ്റെ സിസ്റ്റ് എടുത്ത് കളഞ്ഞു. അപ്പം അതും സാക്ഷ്യത്തിൽ പറയണമെന്ന് എന്നെ മാതാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത്ഭുതകരമായി അങ്ങനെ എൻ്റെ തലയിൽ ആ സിസ്റ്റ് മാതാവ് വഴി ഈശോ മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ നടുവിലെ വേദന എനിക്ക് ഒത്തിരിയും കുറവുണ്ട്, ഒരു 90% കുറവുണ്ട്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എനിക്ക് ഇനി പഴയ പോലെ ജോലി ചെയ്യാനും എൻ്റെ ഡ്യൂട്ടിയും ചെയ്യാനും എൻ്റെ പിള്ളേരെ നോക്കാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തിങ്കളാഴ്ച തിരിച്ച് UK പോവുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് UK ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചതിനാണ്. 2023 മുതൽ ഞങ്ങൾ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ആദ്യം അതിനുള്ള അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ബട്ട് ആദ്യത്തെ തവണ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് മെറിറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ലോൺ സാങ്ഷനാണ്, വെക്കാനുള്ള ഡിപ്പോസിറ്റ് ഉണ്ട്. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോയെ മാതാവ് ഇതുവഴി നടത്തും, അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു വീടിന് കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. അതിൻ്റെ കീ ഡിസംബർ 14 2023 കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ബട്ട് അവസാന ആഴ്ചയായപ്പോൾ അത് പറയുവാണ്, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊരു ഞങ്ങളുടെ സോളിസിറ്റർ ഞങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. സോളിസിറ്റർക്ക് കൊടുത്ത പൈസയൊക്കെ നഷ്ടമായി. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതായിരുന്നു, പക്ഷേ അതങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നാലും വിചാരിച്ചു മാതാവ് ഇതിലും നല്ലത് ഞങ്ങൾക്ക് തരും. അങ്ങനെ വീണ്ടും അതിനുവേണ്ടി വീണ്ടും അന്വേഷിച്ച് തുടങ്ങി. ഞാൻ ഉടമ്പടിയിൽ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നു, ഉടമ്പടി പുതുക്കി, ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചു. നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഘടികാരം നെഞ്ചിൽ ചാർത്തിയ മാതാവുണ്ട്, ആ മാതാവിൻ്റെ അവിടെ പോയി മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ ഈ വീട് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ലീവ് കഴിഞ്ഞ് ചെന്നു. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. അവസാനം ഇതുപോലെ വീണ്ടും ഒരു തടസ്സം ഉണ്ടാവുകയാണ്, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഓണർ. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഞങ്ങളുടെ മോർഗേജിൻ്റെ വാലിഡിറ്റിയും തീരാറായി. അപ്പോൾ ഞാനിങ്ങനെ വിശുദ്ധ കുർബാന, അവിടെ ഇംഗ്ലീഷ് കുർബാന 12 മണിക്കുണ്ട്. അപ്പം ഞാൻ ആ കുർബാനയിൽ പോയി പങ്കെടുക്കുക. അപ്പോൾ അന്ന് അച്ഛനവിടെ വായിച്ച സുവിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, ആ ഒരു വാക്യം മാത്രം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തട്ടി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 9 വാക്യം, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ ഞാനന്ന് വിശ്വസിക്കുവാണ്, ഈശോയെ ഇന്ന് എൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകും, എന്താണെങ്കിലും ഒരു തീരുമാനമുണ്ട്. അന്ന് വീട്ടിൽ ചെന്നു. അന്ന് ഞങ്ങൾക്ക് മെയിൽ വരുവാണ്, അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കീ കിട്ടും. അങ്ങനെ ഡിസംബർ 14 പ്രത്യക്ഷീകരണത്തിൻ്റെ 10ാം വാർഷികമൊക്കെ നടന്ന ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ഡിസംബർ 7 അല്ലേ 14, ആ സമയത്ത് 14 ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു 2024. അങ്ങനെ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ ഭവനം ഞങ്ങൾക്കൊരു പള്ളിയുടെ അടുത്താണ്,
കിട്ടിയത്. ആ പള്ളിയുടെ പേര് മാതാവിൻ്റെ നാമത്തിലുള്ളൊരു പള്ളി, സെൻറ്റ് മേരീസ് ആർസി ചർച്ച്. അതിന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പള്ളിയുടെ അടുത്താണ് ആ ഭവനം കിട്ടിയിരിക്കുന്നത്. അതുപോലെ ആ ഭവനം കിട്ടിയിരിക്കുമ്പോൾ അതിന് മാതാവ് അത്രയും ലേറ്റ് ആക്കിയതിനുള്ള ഒരു കാരണം അന്നപ്പം ഞാൻ ചിന്തിച്ചെടുക്കുമായിരുന്നു. കാരണം ആദ്യത്തെ വീട് എടുത്തിരുന്നെങ്കിൽ അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6.5 ഒക്കെ ആയിരുന്നു. പക്ഷേ അത് പിന്നീട് കുറഞ്ഞു വന്ന് ഞങ്ങൾ ഈ വെയിറ്റിംഗ് ടൈമിൽ കുറഞ്ഞ് അവസാനം ഞങ്ങളുടെ പ്രോസസ്സിങ് ആയപ്പോൾ 4.5 ആയി. അതുപോലെ അങ്ങനെ മാതാവ് ഞങ്ങൾ ഒരുക്കുമായിരുന്നു. ഞങ്ങളുടെ ഡിപ്പോസിറ്റ് കൂട്ടി. അപ്പം ഈ കിട്ടിയിരിക്കുന്ന വീട്ടിൽ കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആരുടെ അടുത്തൊന്നും കടമൊന്നും വാങ്ങാതെ ആ പണിയെല്ലാം ചെയ്ത് ഈ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഞങ്ങൾക്ക് ആ വീട് സ്വന്തമാക്കാൻ സാധിച്ചു. പിന്നീട് നമ്മൾ UK ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡായിട്ടാണ് ഒരു വാഹനം വാങ്ങിക്കുന്നത്. കുറച്ച് നാളത്തേക്കാണ് വാങ്ങുന്നത്. അപ്പോൾ വീടൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചു, ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചൊന്നുമില്ല, ഇങ്ങനെ ആഗ്രഹിച്ചു ഈശോയെ ഒരു വാഹനം കൂടെ. കാരണം ഈ പഴയ വാഹനമാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ അടയ്ക്കണം. അപ്പോൾ ആ വാഹനം കൊടുത്തൊരു പുതിയ വാഹനമാണെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ നാത്തൂൻ, ആൾ UK ആളിവിടെ വന്നപ്പം ആളുടെ അടുത്ത് ഞാൻ ചുമ്മാ പറഞ്ഞു, മാതാവിൻ്റെ ഒരു കീച്ചെയിൻ വാങ്ങിച്ചിട്ട് വരണം. ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. അപ്പോൾ കീച്ചെയിൻ വാങ്ങിച്ചിട്ട് വരണം. ആൾ കീച്ചെയിൻ വാങ്ങിച്ച് എനിക്ക് കൊണ്ട് തന്നു. പിന്നീട് എന്താ നടന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു തോട്ടുണ്ട്, ഞങ്ങൾക്ക് NHSന്ന് ഇങ്ങനെ ലീസോഡിൽ വാഹനം എടുക്കാം. അങ്ങനെ ഒരു വാഹനം ഞങ്ങൾക്ക് കിട്ടി. അതിൽ മാതാവ് തന്നെ തന്ന് ആ വാഹനത്തിൻ്റെ കളറ് തനി ഗ്രേ കളറാണ്. മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയാണ് ഞങ്ങൾക്ക് ആ വാഹനവും ലഭിച്ചത്. പിന്നീട് കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നാത്തൂൻ ഇവിടെ വരുമ്പോഴും അല്ലെങ്കിൽ അമ്മയോടും പറയും, ഇവിടെ വന്നിട്ട് പത്രം വാങ്ങിച്ച് ആരുടെ കയ്യിലെങ്കിലും കൊടുത്തുവിടുക, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ വരുമ്പോൾ കൊടുത്തുവിടാൻ പറയും. അപ്പോൾ ആദ്യമൊക്കെ മലയാള പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മലയാളം കുർബാന നടക്കുന്ന പള്ളിയുണ്ട്. അപ്പോൾ അവിടെയാണ് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അവിടെ ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന പള്ളിയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര മടിയായി. ഈശോയെ ഈ ഇംഗ്ലീഷുകാരെന്ത് പറയും, ഞാൻ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക അവരെ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ കൊണ്ടുപോയെങ്കിലും കുർബാനയ്ക്ക് കൊണ്ടുപോയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് അതിനുള്ള ധൈര്യം വന്നില്ല. പിന്നീട് ഈ നടുവേദന ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, അതാണ് ദൈവം നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ നടുവേദന ഇങ്ങനെ തന്നപ്പോൾ എനിക്ക് തോന്നിക്കുകയാണ് ഈ പത്രം നീ എത്രയും പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തു. അന്ന് കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ കുർബാന കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങി വരുമ്പോൾ ഞാൻ പറയുകയാണ്, ഐ എം എ മരീൻ മിഷണറി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മരീൻ അപ്പാരിഷ്, ഇറ്റ്സ് ഹാപ്പൻ ഇൻ കേരള എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അറിയത്തില്ല എനിക്ക് എങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ പറ്റിയെന്ന്. അവരെല്ലാവരും ഓരോരുത്തരോട് പറയുന്ന എല്ലാവരും നിന്ന് കേൾക്കുക. അങ്ങ് അവർ പറഞ്ഞ് കേട്ട് അവർക്ക് ഞാൻ ഓരോ പത്രവും കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും എൻ്റെ മൂത്ത മകനും നിന്നാണ് കൊടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത്ര വിശ്വാസമില്ല ഉടമ്പടിയിൽ. വിശ്വാസമുണ്ട്, എന്നാൽ അതിനെതിരും ഒന്നുമല്ല. പക്ഷെ ആളും ഇളയ മകനും മാറി നിൽക്കുക. അപ്പം എൻ്റെ മൂത്ത മകനുണ്ട് എൻ്റെ കൂടെ കൊടുക്കാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി മകനോട് പറയുകയാണ്, നിൻ്റെ അമ്മ ഷീസ് എ മരീൻ മിഷണറി, സോ ടേക്ക് കെയർ ഓഫ് ഹർ എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞ് ഏൽപ്പിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസരമായിരുന്നു അതൊക്കെ. കാരുണ്യപ്രവർത്തികൾ അമ്മ വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മ പറയും, ഇന്നയാൾ ആശുപത്രിയിലാണ്, ഇന്നയാൾ വെൻറ്റിലേറ്ററിലാണ്, അപ്പോൾ അവർക്കങ്ങനെ സഹായം കൊടുക്കും. അതല്ലാതെ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് അമ്മയോട് പറയും, മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വാർഡിൽ പോയിട്ട് അർഹതയുള്ളവർക്ക് ഈ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് അമ്മേനെ അങ്ങനെ ഏൽപ്പിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ എൻ്റെ പിള്ളേർ ദിവസേന ഞങ്ങൾ ഒരു ദിവസം പോലും പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇപ്പം എവിടെയെങ്കിലും യാത്രയിൽ പോകുകയാണെങ്കിലും ഞങ്ങൾ വണ്ടിയിലിരുന്ന് കൊന്ത എത്തിക്കാതെ കിടക്കത്തില്ല അന്നത്തെ ദിവസം. അപ്പോൾ മക്കളുണ്ടെങ്കിൽ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നതാണെങ്കിൽ അവരുഴപ്പം. അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്ന പണ്ട് തുടങ്ങി ഇവിടെ ചെറിക്കോ പ്രാർത്ഥന തുടങ്ങിയ അവസരം തൊട്ടേ ഞാൻ കുഞ്ഞു കൊച്ചിൻ്റെ ഈശോയുടെ ക്രൂശ് കൊടുക്കും, മകൻ്റെ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊടുക്കും, രൂപം കൊടുക്കും. ഞാൻ തിരിയും പിടിച്ച് ഞങ്ങൾ വീട് മുഴുവൻ ചെറിക്കോ പ്രാർത്ഥന ചൊല്ലിയാണ്. ആ രീതിയിലാണ് ഞങ്ങൾ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. കുർബാനയല്ല, കൊന്ത എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മുറിയിലും പോകും. അപ്പോൾ ആ പോകുന്ന അവസരത്തിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ മാതാവിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന പാട്ടില്ലേ, മരിയ തായെ, ആ പാട്ട് പാടി. അപ്പോൾ എൻ്റെ മൂത്ത മോൻ എപ്പോഴും പറയും, അമ്മേ ഈ പാട്ട് ഭയങ്കര ഇമോഷണലാണ്, എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഈ പാട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ
വന്ന മാറ്റങ്ങൾ, അമ്മ മാതാവിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ. എനിക്ക് ഉടമ്പടിയിൽ നിന്ന് പുറത്തു പോകണമെന്നേ തോന്നുന്നില്ല. നാട്ടിലെ ഇവിടെ ലീവിന് വന്നാൽ എത്ര ദിവസം ഇവിടെ വരാൻ പറ്റുമോ അത്രയും ദിവസം വരാൻ ഞാനിവിടെ ആഗ്രഹിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും, എടി ആ പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്, പക്ഷേ അന്ധമായ പ്രാർത്ഥനയൊന്നും. അപ്പോൾ ഞാൻ അച്ചാച്ചനോട് പറയും, എൻ്റെ വീട്ടിൽ വരുന്നതിലും എനിക്കിഷ്ടമാണ് കൃപാസനത്തിൽ. ഇപ്പം 3 ആഴ്ചയാണ് ലീവിന് വരുന്നെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനിവിടെ വന്നിരിക്കും, ഒരു കൊന്ത ചെല്ലും, പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഈ ഉടമ്പടി ഇല്ലാതെ എനിക്കിനി മുന്നോട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഈ ഉടമ്പടി തന്നെ നിലനിൽക്കുന്നതാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് കുഞ്ഞുങ്ങൾ, ഇതെൻ്റെ പേരൻസ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ കൃപാസനത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് 2021 ഞങ്ങൾ ദുബായിലായിരുന്നു ആ സമയം. അന്നേരം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് കൃപാസനം ഇങ്ങനൊരു പള്ളിയുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളുള്ള പള്ളിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാം, ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്നാലും ഞങ്ങൾക്കൊരു കാനഡ മൈഗ്രേഷൻ പ്ലാൻ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളത് ചെയ്തു. പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നോ എന്തെല്ലാം കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ഉണ്ടെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളത് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ കാനഡ മൈഗ്രേഷൻ നടന്നില്ല. ഞങ്ങൾ ആ വർഷം തന്നെ ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പപ്പയ്ക്ക് ഇതുപോലെ ഒരു അസുഖം വന്നു, ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചും ഇതുപോലെ ഉടമ്പടി കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞതും. പപ്പയും മമ്മിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യമായി. അവർ ഇവിടെ വന്ന് ഓൾറെഡി സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. അവർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പം അങ്ങനെ പപ്പയ്ക്കൊരു അനുഗ്രഹം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കൃപാസനത്തിൽ വരികയും ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. അത് 2024 ഏപ്രിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങൾ ആലപ്പുഴയിലേക്കാണ് വരുന്നത്. അപ്പം അന്നും ഞങ്ങളൊരു പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഹോളിഡേ കൃപാസനം കഴിഞ്ഞിട്ട് നമുക്ക് ഹൗസ് ബോട്ട് പോവാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് വന്നത്. അപ്പം ഞങ്ങൾ കൃപാസനം കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ഓൾറെഡി ഫുൾ പ്ലാനായിരുന്നു, ഹൗസ് ബോട്ട് പോവാം, ഫുൾ നൈറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. അന്നേരം തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാണ്. കാരണം കൃപാസനത്തിൽ വന്നു, അതെല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ മെയിൻ അജണ്ട ഞാനിവിടെ ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം, തിരിച്ച് ഒരു ഹോളിഡേ പോലെ വന്നിട്ട് പോകാം. പക്ഷേ ഞങ്ങൾ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തത് അത് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. വൈകുന്നേരം വരെ ഞങ്ങൾ വേറെ മൊത്തത്തിൽ ഹൗസ് ബോട്ടിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ കുളവായി. അപ്പം അന്നേരം ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അത്രയ്ക്കുള്ള ചിന്ത എനിക്ക് വന്നില്ല മൈൻഡിൽ. അപ്പം ഞങ്ങളത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിൽ പോയി. ആദ്യത്തെ ഉടമ്പടിയാണ്. എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് വലിയ ക്ലിയർ അല്ല. ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ 1-2 മാസം ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. പതുക്കെ അത് കുറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പല അനുഭവങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം ഇങ്ങനെ പോയാൽ പോരല്ലോ, നമ്മൾ ഉടമ്പടിയിലാണ്, ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്താണെന്ന് അറിയണമെന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്ന് സ്ട്രോങ് ആക്കി. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 2024 ബാംഗ്ലൂരിലൊരു ക്രിസ്മസ് കാരൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു സൈൻ തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ 5:30 പ്രാർത്ഥന അങ്ങോട്ട് കഴിയുകയും ഞങ്ങളുടെ ക്യാൻഡിലിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഫോമായി. അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം അതുവരെ ഞങ്ങൾ കളിച്ച് ചിരിച്ച പ്രത്യക്ഷീകരണ പ്രാർത്ഥനയില്ല, മാതാവിൻ്റെ കൂടെ വളരെ ഈസി ആയിട്ട് എടുത്തു. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടോ, ഒരു അടയാളം തരണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ആ മെഴുകുതിരിയിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പം അത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തു. ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഞാൻ കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്റ്റേജിൽ ഞങ്ങൾ ഉപ്പിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ റോൾ നമ്പർ, ഞങ്ങളുടെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിയ 7 ആണ്. അപ്പം അതും ഞങ്ങൾക്കൊരു സൈനായിരുന്നു. ഡിസംബർ 7-ാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞങ്ങൾക്ക് 7 നമ്പർ കിട്ടി. ഞങ്ങൾ കയറി, ഞങ്ങൾ പാടി, ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയെന്ന്. അപ്പം അതൊരു 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കത് കിട്ടുന്നത്. അപ്പം അത് വലിയൊരു അനുഗ്രഹം. അപ്പം ഞങ്ങൾ പാടി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നത്, അതുവരെ ഒരു 6 ടീം പാടി, മൈക്കിന് പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കയറിയപ്പം തൊട്ട് സ്റ്റേജിന് മൊത്തത്തിലൊരു വെളിച്ചമാണ്, ഞങ്ങളുടെ മുഖത്തെല്ലാം പ്രകാശമാണ്. ഞങ്ങളുടെ മൈക്കുകൾക്കോ ഞങ്ങളുടെ സൗണ്ടിനോ ഒരു ഇഷ്യൂ ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളന്ന് ആത്മാർത്ഥമായിട്ട് പാടി, അനുഗ്രഹത്തോടെ പാടി, ഞങ്ങൾക്കന്ന് സെക്കൻഡ് കിട്ടി. അപ്പം അത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു അനുഗ്രഹമാണ്.
ഒരു സാക്ഷ്യമാണ് അത് ഞങ്ങളുടെ. അതേപോലെ എനിക്കെൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ബോസിൽ നിന്നായാലും എൻ്റെ കൊളീഗിൽ നിന്നായാലും വളരെ പ്രശ്നങ്ങളായിരുന്നു. ഒരു പ്രോപ്പർ സപ്പോർട്ടീവ് അല്ല, നമുക്ക് വളരുവാനൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മാതാവേ എങ്ങനെയെങ്കിലും ഒരു ചേഞ്ച്, ഒരു മാറ്റം, അവർക്ക് എന്തെങ്കിലും ഉപദ്രവം വരണമെന്നോ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരണമെന്നല്ല, എനിക്കെന്തെങ്കിലും ഒരു മാറ്റം, എനിക്കെന്തെങ്കിലും വേറെ നല്ലൊരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം അത് ഞങ്ങളുടെ രണ്ടാമത്തെ പുതുക്കലായിരുന്നു. ഞങ്ങൾ അങ്ങനെ മെയ് 2025 മെയ്യിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ആ ഒരു വരവിൽ മെയിൽ വന്ന സമയത്ത് ഞാൻ ആദ്യമേ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടെൻഷനായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ടെൻഷൻ. ഞാനും വൈഫും 2 കുഞ്ഞുങ്ങളും, താമസം, ഇവിടെ 2 പെട്ടികളുണ്ട്. എങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വരും, 2 ക്യാബ് ഓട്ടോ വിളിക്കണോ, അങ്ങനെയൊക്കെ ടെൻഷൻ. അപ്പം ഞാൻ എന്തോ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആദ്യത്തെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ അത്ര ഇത് തോന്നിയില്ല. അപ്പം ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ രണ്ടാമതൊരു ടിക്കറ്റ് എടുത്തു, ഒരു ബസ്സിന്. അതെടുത്തു. ഞാൻ ടിക്കറ്റ് എല്ലാം കൺഫേം ചെയ്ത് ഞങ്ങൾ കയറി ഞാൻ ഇവിടെ രാവിലെ എത്താറാകുന്ന സമയത്തേക്ക് ഒരു 2 മണിക്കൂർ മുന്നേ ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് കൃപാസനം ആ ഒരു ഏരിയയിലോട്ടാണ് പോകേണ്ടത്. അപ്പം ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്, മോനെ അത് ഞങ്ങൾ അതിൻ്റെ മുന്നേ കൂടെ തന്നെ പോകുന്നത്. ആ ഒരു റൂട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തതിൻ്റെ അന്ന് തുടങ്ങിയൊരു റൂട്ടാണ്. അതുവരെ ആ റൂട്ട് ആ ബസ് ഇതുവരെ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം അതും ഞങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ പുതുക്കൽ. ആദ്യത്തെ ഉടമ്പടി ഞാൻ ഒരുപാട് ഉഴപ്പി, ഒരുപാട് ഇതെല്ലാം നടന്നു. പക്ഷേ രണ്ടാമതും ഞങ്ങൾക്ക് ആ ഒരു വിളി വന്ന് മാതാവ് ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പം ഇതിൻ്റെ മുന്നിൽ, കൃപാസനത്തിൻ്റെ മുന്നിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. അന്ന് തൊട്ട് ഈ ഒരു നിമിഷം വരെ ഇനി മുന്നോട്ടും അങ്ങോട്ടും ഞങ്ങൾ മാതാവിനോട് ചേർന്ന്, ഞങ്ങളുടെ ഉടമ്പടിയിൽ ചേർന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ എനിക്കൊരു ഇയർ ഇംബാലൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പം ഓഫീസിൽ വെച്ച് ഞാൻ നൈറ്റ് ഷിഫ്റ്റിലാണ്. അപ്പം ഉറക്കം തീരെ കുറവാണ്. ഫുഡ് കഴിക്കുന്നതും ഒരുപാട് അൺഈവൻ ടൈംസിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ എനിക്ക് വേർട്ടിഗോ വന്നു, ഇയർ ഇംബാലൻസ് വന്നു. ഓഫീസിൽ ജോലിക്കിടയ്ക്ക് പ്രശ്നം വന്നു, വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നം വന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം എൻ്റെ ചെവിയിൽ എൻ്റെ വൈഫ് ഒഴിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് വേർട്ടിഗോ വന്നിട്ടില്ല. അതും ഞങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ്. അടുത്തത് എൻ്റെ വൈഫ് പറയും, അവർക്ക് ഷെയർ ചെയ്യാനുള്ളത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ താഴെ എപ്പോഴും ഒരു തുടുപ്പുണ്ടായിരുന്നു. 2-3 മാസങ്ങളായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നാലും എന്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറയണം, എങ്ങനെ കാണിക്കണം എന്നുള്ള എനിക്കൊരു വ്യക്തതയില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല, മാതാവ് മാത്രം അതെനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കണ്ണിൽ വെള്ളം നിറയുകയും അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. 26 ജനുവരി ഞാൻ എണ്ണിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിത് പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് 5:30 പ്രാർത്ഥനയ്ക്ക് ഞാൻ എണ്ണിച്ചിരുന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയിലോട്ട് നോക്കുകയും എൻ്റെ കണ്ണിൻ്റെ തുടിപ്പ് അതോടെ നിന്നു. പൂർണ്ണമായിട്ട് അതെനിക്ക് മാതാവ് മാറ്റി തന്നു. അതിൻ്റെ തലേ ദിവസമാണെങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതെനിക്ക് കൂടിക്കൂടി വരുവാണല്ലോ, ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കണോ വേണ്ടായോ. എൻ്റെ ചേച്ചി ഒരു ഡോക്ടറാണ്. ചേച്ചിയുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തപ്പോഴും ചേച്ചി പറഞ്ഞു, അത് ചിലപ്പം സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം, നീ ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക, അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും എന്ന്. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ കാണിക്കത്തില്ല, എനിക്ക് മാതാവ് തന്നെ ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും 26 5:30 പ്രാർത്ഥനയോടെ എനിക്കതിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മാതാവിന് നന്ദി, യേശുക്രിസ്തുവിന് നന്ദി. എൻ്റെ അതുപോലെ കൈക്കാണെങ്കിലും ടെന്നീസ് എൽബോ പെയിൻ ഉണ്ടായിരുന്നു. അത് പലരും പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് വേദനയും സാധനങ്ങളെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ദിവസം തോറും മാതാവിൻ്റെ എണ്ണയും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കൈ തേക്കുമായിരുന്നു. ഇപ്പോൾ അതിനെനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇവിടെ ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഓർമ്മയ്ക്കായിട്ട് ആ കയ്യിൽ എനിക്കിപ്പോൾ ഒരു വേദനയുണ്ട്. പക്ഷേ എനിക്ക് ജോലി ചെയ്യുന്നതിനോ സാധനം വെയിറ്റ് എടുക്കുന്നതിനോ ഒന്നിനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ദൈവകൃപയാലും മാതാവിൻ്റെ കൃപയാലും അത് ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് എൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ആണെങ്കിലും എടുക്കുകയും അവൻ്റെ കൂടെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു. ദൈവനാമത്തിന് മഹത്വം. ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് സിസിലി മത്തായി, ഇതെൻ്റെ ഹസ്ബൻഡ് മത്തായി എടുക്കള. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ നേരത്തെ 4/10/2023 ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി ഉടമ്പടി എടുത്തത്.
അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സാക്ഷ്യമായിരുന്നു. അത് പൂർണ്ണ സൗഖ്യം കിട്ടി. അത് ഞങ്ങളിവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു, മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞ് പിന്നത്തെ പുതുക്കലിൽ ഞാൻ വെച്ചിരുന്നു. മോൻ്റെ ജോലിയുടെ ടെൻഷനും അവന് സ്ട്രെസ്സായിരുന്നു ഭയങ്കര. എന്നും വന്നിട്ട് മോനങ്ങ് വിഷമമാണ്, ഉറക്കമില്ല. അതുപോലെ തലമുടി വട്ടം വട്ടമായിട്ട് കൊഴിഞ്ഞു പോകുമായിരുന്നു അവന്. അപ്പോൾ ഞങ്ങൾ ഈ നമ്മുടെ വിശുദ്ധ തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ തേച്ച് കൊടുക്കുമായിരുന്നു. ദൈവകൃപയാൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറിക്കിട്ടി. ആ ജോലിക്ക് തന്നെ മോന് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അത് മോൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ പിന്നെ ഞങ്ങൾ മോൻ അന്ന് വരാഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്ന് സാക്ഷ്യം പറയാൻ പറ്റാതിരുന്നത്. മോൻ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തലേ ദിവസമേ വന്നു. ഞങ്ങൾ റാലിക്ക് പങ്കെടുത്തു. വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുത്തു. അത്രയും നടക്കാൻ പറ്റുമെന്നൊന്നും അറിയുന്നില്ലായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ മാതാവ് ഞങ്ങൾക്ക് ഒരാപത്തും വരുത്താതെ ഞങ്ങളെ കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾ തിരികെ ബാംഗ്ലൂരിലെത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്താൻ വയ്യ. കാലിൻ്റെ വെള്ളയ്ക്ക് നോക്കുമ്പോൾ ചെരുപ്പിട്ട് പൊട്ടിയതുപോലെ വെടിച്ച് കീറിയിട്ട് അതിനകം മുഴുവൻ പഴുപ്പായിട്ടിരിക്കുന്നു. ഉപ്പൂറ്റിക്കും നല്ല പഴുപ്പ്, നടക്കാൻ വയ്യാത്ത അവസ്ഥ. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഷുഗർ നോക്കിയപ്പോൾ ഹൈ 360 നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഡയബറ്റിക്കാണ്, മരുന്നെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ മരുന്നെടുക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വിശുദ്ധ തൈലം തേക്കുകയും ഉപ്പ് ചൂടുവെള്ളത്തിനകത്തിട്ടിട്ട് നമ്മുടെ ഉപ്പ് ചൂടുവെള്ളത്തിനകത്തിട്ടിട്ട് ഞാൻ കാല് വെച്ച് 2 ദിവസം കൊണ്ട് എൻ്റെ ആ കാലിലെ പഴുപ്പ് എവിടെ പോയെന്നറിയില്ല, അത്രയ്ക്ക് നല്ലതായിട്ട് ഉണങ്ങി. പിന്നീട് ആ ഒരു പ്രശ്നമേ എനിക്കുണ്ടായിട്ടില്ല. ഇന്നും ഷുഗർ എനിക്ക് നോർമലായിട്ട് തന്നെ പോകുന്നു. അതും എൻ്റെ ഈ വിശുദ്ധ തൈലങ്ങളും ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ്. എൻ്റെ മാതാവ് എനിക്കത് മാറ്റി തന്നാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ കയ്യിൽ ഇവിടെ ഇങ്ങനെ ചെറി പോലെ റെഡ് കളറിൽ പിങ്ക് കളറിൽ ഒരു വലിപ്പത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ കുരുമുളക് പോലെ സെയിം കളറിൽ അതിനോട് ചേർന്ന് ഇങ്ങനെ മുന്തിരിക്കൊല പോലെ അതും ഉണ്ടായിരുന്നു. അന്നും ഞാനിതുപോലെ നമ്മുടെ തൈലവും ഉപ്പും ചേർത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും ഉപ്പും ചേർത്തിട്ട് ഞാൻ പുരട്ടി കൊടുത്തു. അത് ഒരു 2 ആഴ്ച കൊണ്ട് അത് മാറി. അത് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നു. അതുപോലെ തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട്. അതും ഇതുപോലെ തൈലവും ഉപ്പും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതും ഇപ്പോൾ പൂർണ്ണമായി മാറിക്കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് മലയാളം, കന്നഡ, തമിഴ്, ഇംഗ്ലീഷ് ഇത് 10 കെട്ട് പത്രം വീതം വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മളവിടെ സെൻറ്റ് മേരീസ് ചർച്ചിലും എല്ലാം മിക്കവാറും ചർച്ചുകളിലും പിന്നെ അറിയാവുന്ന ആൾക്കാർക്കും ഞങ്ങളുടെ പള്ളിയിലുള്ളവർ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല എങ്കിലും ഞങ്ങൾ അവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. വെറുതെ കൊടുക്കുകയല്ല, ഞങ്ങൾ വീട്ടിലത് കൊണ്ടുവച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ദൈവമേ ഇത് വാങ്ങിക്കുന്ന ആരോ അവർക്ക് ഇതിൻ്റേതായ അനുഗ്രഹം കിട്ടണമേ, അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അതുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ അതുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് അവർക്ക് അന്നേരം കൊടുക്കുകയും ചെയ്യും. ചിലരൊക്കെ സന്തോഷത്തോടെ വാങ്ങിക്കും, ചിലർ വേണ്ട എന്നുള്ള മട്ടിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല എങ്കിലും ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇതുപോലെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ശരി, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യമുള്ളവർക്കൊക്കെ അവരെ കാണുമ്പോൾ അറിയാമല്ലോ, അവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടാണ് പോകുന്നത്, തേനും കൊണ്ടുപോകാറുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഈ ഉപ്പും കൊടുത്ത് തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമുകളിൽ പോവുക. അവിടെ കുറേ ഓൾഡ് ഏജ് ഹോമുകളുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ. അത് പിന്നെ മദർ തെരേസയുടെ ഒരു മിഷണറി ഉണ്ട്, അവിടെ ഒരു 120 പേരുണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്നത്. അവിടെ ചെന്നു ഇതുപോലെ രോഗികളെ എല്ലാം കാണുകയും അവിടുത്തെ സിസ്റ്റേഴ്സാണ് അത് നടത്തുന്നത്. സിസ്റ്ററിൻ്റെ കയ്യിൽ ഓരോ കുപ്പി ഉപ്പ് കൊടുത്തിട്ട് സിസ്റ്ററിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രാർത്ഥിച്ച് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മതി സിസ്റ്ററെ, എല്ലാവർക്കും ഒന്നിച്ച് കൊടുക്കാമല്ലോ ഫുഡ്. അങ്ങനെ കൊടുത്ത് ആ സിസ്റ്ററിനും വളരെ സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ. അതുപോലെ അവിടെയുള്ള എല്ലാ
ഹാൻഡിക്യാപ്ഡ് ആൾക്കാരുണ്ട്, ഡിസേബിൾഡ് പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാം കുറേ ഇതുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ മാസം തോറും പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ കച്ചട എടുക്കാൻ വരുന്ന ഒരു വണ്ടിയുണ്ട്, അതിലൊരു 6 പേരുണ്ട്. എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ കൈകൊണ്ട് ഒക്കുന്നത്രേ ഒരു 6 പേരാണ്. അവർക്കുണ്ട് ഒരു നേരത്തെ ഫുഡ് ഞാൻ ബോക്സിലാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ അങ്ങേയറ്റം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഒരു നഴ്സറി കുഞ്ഞുങ്ങൾ വന്നതുപോലെയാണ് ഞങ്ങളിവിടെ വന്നത്. ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ഡിഗ്രി ആണോ PhD ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഞങ്ങൾ മെൻ്റലി ആത്മീയമായിട്ട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതേ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണേലും പ്രാർത്ഥനയിലെല്ലാം രാവിലെയും വൈകിട്ടും ആത്മാർത്ഥമായി സഹകരിക്കാറുണ്ട്. അവരും കുഞ്ഞുമക്കൾ പോലും നമ്മളോട് കൂടെ സഹകരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഈ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അന്ത്യം വരെയും നിത്യതയോളം ദൈവത്തോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു 2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ ഞങ്ങൾക്കുണ്ട എക്സ്പീരിയൻസ് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ആദ്യമേ ഞങ്ങൾ പത്രം കൊടുക്കാൻ ഞങ്ങൾ പോയപ്പോൾ ബാംഗ്ലൂരിലെ സെൻറ്റ് മേരീസ് ചർച്ചിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പം ആദ്യത്തെ തവണയാണ് എങ്ങനെ പത്രം കൊണ്ട് കൊടുക്കും, എങ്ങനെ തുടങ്ങും, ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഒരുപാട് മടി, ടെൻഷൻ, ഒരു നേരത്തെ പറഞ്ഞൊരു ഈഗോ അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു. അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ തുടങ്ങാം. ആദ്യമേ ഞങ്ങൾ തുടങ്ങിയത് അവിടെ ഒരു ആൻറ്റി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആൻറ്റിയുടെ അടുത്ത് ഞങ്ങൾ ചെന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്നാണ്. അപ്പം ആൻറ്റി ഇങ്ങോട്ട് ചോദിച്ചു, ഞാനും ഉടമ്പടിയിലുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു. ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പത്രം കൊടുത്താൽ മാത്രം പോരാ, ഒരുപാട് പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം, സഹായിക്കുന്നതിൻ്റെ എല്ലാവരെയും സഹായിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് പത്രം കൊടുത്താൽ മാത്രം പോരാ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കൊരു ഉപദേശം, ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. പോകുന്ന സമയത്ത് ഞങ്ങൾ പേര് ചോദിച്ചപ്പം ഞങ്ങളോട് പറഞ്ഞത് മേരി എന്നാണ്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ പറയുമ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഗൂസ് ബംസ് വരുന്നുണ്ട്. അതായത് മാതാവ് ഞങ്ങളടുത്ത് നേരിട്ട് വന്ന് ഞങ്ങളോട് പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങളിങ്ങനെ നടന്നാൽ പോരാ, ഉടമ്പടിയിലാണ്. ഇത് പത്രം കൊടുക്കുന്ന മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം, അങ്ങനത്തെ അത്. അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻ്റെ ജോലിയിലെ പ്രഷറിൻ്റെ കാര്യം, അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചു ഇതുപോലെ, മാതാവേ എനിക്ക് ഒരു നല്ലൊരു മാറ്റം തരണമേ എന്ന്. അപ്പം പ്രാർത്ഥിച്ച് ഇതായപ്പം എൻ്റെ ബോസ് വന്നിട്ട് 15 വർഷമായിരുന്നു ആ കമ്പനിയിൽ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ 7 വർഷമായി. അവർക്കൊന്നും ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. ഞാൻ ആ കമ്പനിയിൽ 2 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ എന്താ നടന്നതെന്ന് വെച്ചാൽ ആ ഒരു 2-3 മാസത്തിനുള്ളിൽ കമ്പനിയിൽ കുറേ ചേഞ്ചസ് വരികയും അവർ 2 പേരെയും കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമായിരുന്നു. എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ബോസ് വളരെ സപ്പോർട്ടീവുമാണ്, വളരെ ഹെൽപ്ഫുള്ളുമാണ്, നമുക്ക് വളരുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഞങ്ങളുടെ സാക്ഷ്യങ്ങളാണ്. മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ സാക്ഷ്യം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാണ്. ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി. താങ്ക് യു. കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തിരികിൽ കുരിശ് വന്നിട്ടുണ്ട്, മാതാവിൻ്റെ രൂപമുണ്ട്. ഈ കഴിഞ്ഞ 23-ാം തീയതി 18-ാം തീയതി രാവിലത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് നമ്പർ 7 എന്ന് കാണിച്ചിരുന്നു. അതുപോലെ പ്രാവിൻ്റെ രൂപം, റോസപ്പൂവ്, മിക്ക ദിവസങ്ങളിലും ഇതുപോലെയുള്ള അടയാളങ്ങളാണ്. ഞാൻ ഇനിയും എൻ്റെ ഹസ്ബൻഡിന് 1 മിനിറ്റ് കൊടുക്കാം. എൻ്റെ പേര് മത്തായി ഇടുകള. ഞങ്ങളിങ്ങനെ ഈ പേപ്പർ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാൻ ശിവാജി നഗറിൽ ഇങ്ങനെ നിന്നപ്പോൾ വെയിലാണ്. ഞങ്ങൾ പത്രം കൊടുത്തു കഴിഞ്ഞ് ക്ഷീണിച്ചു. എന്നൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം ഞങ്ങൾ ജ്യൂസിന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇതേണ്ടി അമ്മ ഒരു ഐസ്ക്രീം ചോദിക്കുന്നു അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവരുടെ ഐസ്ക്രീം ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നോക്കെന്ന് പറഞ്ഞു. പക്ഷേ അവർ കിട്ടിയതൊരു കാലി ഐസ്ക്രീം ഇല്ലാത്തൊരു പേപ്പറായിരുന്നു, ഒരു പാത്രമായിരുന്നു. അത് കൊടുത്തു. അമ്മ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, എന്നാൽ അമ്മ അതില്ല. അപ്പം ഞാൻ വേറെ ചോക്ലേറ്റ് മതിയെന്ന് ചോദിച്ചു. ഒരു 5 സ്റ്റാർ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ ഇനി അമ്മയ്ക്കൊരു ജ്യൂസ് കൂടെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കാൻ നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല. അത് നമ്മുടെ പരിശുദ്ധം നല്ല സുന്ദരിയായ ഒരമ്മ, ഇതുപോലെ സൗന്ദര്യമുള്ളൊരമ്മ ഞാൻ കണ്ടിട്ടില്ല. വെയിലുകൊണ്ട് ഞങ്ങൾ വന്നപ്പം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞത് അത് വളരെ സന്തോഷവും ഞങ്ങളിന്നും അത് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ നേരിട്ട് കാണിച്ചതാണെന്നുള്ളത്.
അതുകൊണ്ട് എല്ലാം തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും യേശു തമ്പുരാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ വീണ്ടും ഇവിടെ ഉയർത്തിയതിനായിട്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്രെൻഡില. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ 26, 2022 ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ 1ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു കാർ ലൈസൻസ് കിട്ടിയതാണ്. ഞാൻ ചെറുതിലേ മുതലേ വളരെ പാരൻസിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യവും എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ചെയ്തു തരുമായിരുന്നു. അപ്പോൾ എനിക്കൊന്നും അങ്ങ് പുറത്തു പോയി ചെയ്യുന്ന ഒരു പ്രകൃതം എനിക്കില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയാണ് കാർ ഓടിച്ച് പഠിക്കണം. എനിക്കത് ഭയങ്കര ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് മറ്റുള്ളവരെ മുഖത്ത് നോക്കി ഞാൻ പത്രം കൊടുത്ത് എനിക്കൊരു ധൈര്യം കിട്ടിയത്. അതല്ലാതെ കാർ ഓടിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് ഒട്ടുമില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്കൊരു 3ാമത്തെ ഒരു വ്യക്തിയിലൂടെ എനിക്കത് പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കാറിൽ ഞാൻ കയറാൻ പോവുകയാണ്. ഞാൻ സൈഡ് സീറ്റിലിരിക്കാൻ പോയപ്പം വികാരി അച്ഛൻ വന്ന് ചോദിച്ചു, സൈഡ് സീറ്റിലിരുന്നാൽ മതിയോ, കാറൊക്കെ ഓടിച്ച് പഠിക്കണ്ടേ, ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാറൊക്കെ ഓടിച്ച് മിടുക്കിയാവണ്ടേ എന്ന് ചോദിച്ചു. അതെനിക്ക് മാതാവ് തന്നൊരു വെളിപാടായിരുന്നു. ഞാൻ ഈശോയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. എന്നിട്ടും എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു സ്വയം കാർ ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്കൊരു ഭയമായിരുന്നു. ഞാൻ ഗൂഗിൾ വഴി ഒരു നമ്പറൊക്കെ കണ്ടെത്തി. പക്ഷേ എനിക്ക് അറിയത്തില്ല എങ്ങനെ പോകണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഉള്ളിലൊരു ഭയം. പിന്നെ ഞാൻ കാശിരൂപം പിടിച്ചിട്ട് കാശിരൂപത്തിൻ്റെ ഒരൊറ്റ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ പുറത്തിറങ്ങുകയാണ്, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാർ ലൈസൻസിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി ഞാൻ പോയി. എൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങി ഞാൻ ഒരു 5 വീടുണ്ട്. പുറത്ത് ആ ലെയിൻ കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. മെയിൻ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ആർക്കും അറിയത്തില്ല, ആർക്കും എന്നെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ആ ലെയിൻ്റെ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്തൊരു ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, ആ വീടിൻ്റെ അവസാനത്തിൽ ആ ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, ഈ വെയിലത്ത് നടക്കണേക്കാളും കാർ ഡ്രൈവിംഗ് പഠിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി മാതാവാണ് ചേച്ചിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ തിരക്കി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എവിടെയും പോകണ്ട, എനിക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ അറിയാം. ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ചേച്ചി തന്നെ ആ ഡ്രൈവിംഗ് സ്കൂളിനെ വിളിച്ചു, എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് നടത്തി ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. ഞാൻ പുറത്ത് നടക്കുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടനുണ്ട്. ആ ഓട്ടോ ചേട്ടൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ കടയിൽ ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ നല്ല സുഗന്ധ അഭിഷേകം. കാരണം എനിക്കത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ നല്ല പെർഫ്യൂം ഓട്ടോയിൽ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അല്ല ഞാനൊന്നും അടിച്ചിട്ടൊന്നുമില്ല, എനിക്ക് മണമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു. ധ്യാനം തുടങ്ങിയപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ എല്ലാവർക്കും പല വ്യക്തികൾക്കും മാതാവ് സുഗന്ധാഭിഷേകത്തിലൂടെ മാതാവിൻ്റെ പ്രസൻസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് അത് പ്രസൻസ് എനിക്ക് അറിയിച്ചതാണെന്ന്. ഞാൻ ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഉടനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിന് ചേർന്നു. ഞാൻ നല്ല രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോഴും ഓരോ പ്രാവശ്യം ഓരോ കുട്ടികളും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് സാറ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞങ്ങളെല്ലാം ഡ്രൈവിംഗ് സീറ്റിലിരുത്തുന്നത്. അപ്പോൾ കുട്ടികൾ തെറ്റിക്കുമ്പോഴൊക്കെ സാറ് ഒത്തിരി വഴക്ക് പറയും. പക്ഷെ ഞാൻ തെറ്റിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ പറയും, എന്തിനാണ് ഭയപ്പെടുന്നത്, പരിശുദ്ധാത്മാവിലെ നില്ല് നിറഞ്ഞിരിക്കുന്നത്, നിൻ്റെ കാലുകളെയും കൈകളെയും ബലപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അതെൻ്റെ ഈശോ എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ തലേദിവസം എനിക്കൊരു സ്വപ്നം ഉണ്ടായി. എൻ്റെ മാതാവ് എടുക്കുന്നതിൻ്റെ അവിടെ നിന്നിട്ട് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ, ഞാൻ കാറിനകത്തിരിക്കുകയാണ്, എൻ്റെ മാതാവ് പറയാണ്, നിൻ്റെ കാറ് വളയത്തില്ല, നീ ധൈര്യമായിട്ട് പോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമെന്ന്. അതെനിക്കൊരു വലിയൊരു ബലമായിരുന്നു. ഞാൻ രാവിലെ പോയപ്പോൾ എൻ്റെ ഈശോയോട് ചോദിച്ചു, ഈശോയെ നിൻ്റെ വചനം ഉരുവിടാനുള്ളൊരു വചനം എനിക്ക് തരണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയത് സുഭാഷിതം 10:6 എന്നുള്ള വചനമായിരുന്നു. നീതിമാന്മാരുടെ ശിരസിന് മുകളിൽ അനുഗ്രഹങ്ങൾ കൂടികൊള്ളുന്നു. ഞാനത് ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. ഈശോ തന്ന ഒരു കരുണയ്ക്കായിട്ടും മഹത്വത്തിനായിട്ടും ഞാൻ എൻ്റെ ഈശോയ്ക്ക് മാതാവിന് നന്ദി പറയുന്നു. ഇതിലൂടെ കിട്ടിയ എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് ഡെയിലി മാസിന് പോകാൻ സാധിക്കത്തില്ല, എനിക്ക് സാറ്റർഡേയും സൺഡേ പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയും. പക്ഷേ എനിക്ക് ഈ കാർ കിട്ടിയത് കൂടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു കാർ വാങ്ങിച്ചു തന്നു.
കാർ വാങ്ങിച്ച് ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ ഡെയിലി മാസിന് പോയാണ്. എൻ്റെ ഈശോയുടെ തിരുശരീരവും തിരു രക്തവും സ്വീകരിക്കാൻ എല്ലാ ദിവസവും എനിക്ക് സാധിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളൊരു ട്രിപ്പിന് പോയായിരുന്നു. ടർക്കിയിൽ ഒരു ട്രിപ്പിന് പോയി എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് സ്റ്റമക്ക് അപ്സെറ്റായി, വയറ് സുഖമില്ലാതായി. ഫ്ലൈറ്റ് ഞങ്ങൾക്ക് 2 ഫ്ലൈറ്റ് കയറണമായിരുന്നു. 2 ഫ്ലൈറ്റിലും ഞാൻ ഒട്ടും സുഖമില്ലാതായി. ഒരുപാട് പ്രാവശ്യം എനിക്ക് ബാത്റൂമിൽ പോകേണ്ടി വന്നു. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ട്രിപ്പ് മൊത്തം കൊളാപ്സ് ആവുമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്ന അങ്ങ്, നീ എൻ്റെ മേലും കരുണ ചൊരിയണം, നീ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കണം, ഉടമ്പടി വസ്തുക്കളിലൂടെ എന്നെ നീ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനൊന്നും സാധിച്ചില്ല. എൻ്റെ കയ്യിൽ ഉടമ്പടി സാക്ഷ്യ പേപ്പർ ഉണ്ടായിരുന്നു. കൃപാസനം പേപ്പർ ഞാൻ മൊത്തം ഫ്ലൈറ്റിലിരുന്ന് വായിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് മൊത്തം വായിച്ച് തീരുന്നത് മൊത്തം സാക്ഷ്യങ്ങളാണ്, മാതാവ് തൊട്ട ഈശോ അനുഗ്രഹിച്ച സാക്ഷ്യങ്ങളാണ്, എന്നെയും തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ റൂമിലെത്തി, ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ എനിക്കൊരു ഡ്രിപ്പ് തന്നു. ഞങ്ങൾ രാത്രി 2:30ക്കാണ് തിരിച്ചു വന്നത്. എനിക്കങ്ങനെ ടയേർഡ്നെസ് ഒന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, മാതാവേ, ഒരു ദിവസം പോലും ഞങ്ങളുടെ ട്രിപ്പ് എൻ്റെ ഒരു കുറവ് കാരണം ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. പിറ്റേന്ന് ഞാൻ 2:30ക്ക് വന്ന ഉടനെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കിടന്നു. ഞങ്ങൾക്ക് ആർക്കും എൻ്റെ ഒരു കുറവ് കാരണം ഞാൻ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഞാൻ ആ ട്രിപ്പ് മൊത്തം തീർത്തത്. ഞാൻ ഒരു പുറത്ത് പോകുമ്പോൾ, ഒരു ട്രിപ്പിനോ എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനൊരു വചനം എടുക്കും. വചനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി എനിക്ക് കിട്ടിയ വചനമായിരുന്നു മലാക്കി 4:2. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ശരിക്കും ഞാൻ തുള്ളിച്ചാടുന്നത് പോലെയായിരുന്നു എൻ്റെ 10 ദിവസവും. എനിക്ക് യാതൊരു അസുഖവും അസ്വസ്ഥതയോ ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 ഞാൻ നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് വയറിന് വളരെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അസിഡിറ്റിയുടെ പ്രോബ്ലം നല്ലതായിട്ട്, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മുതൽ ഇന്ന് വരെയും എനിക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും അത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല. എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ 7ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് അത് വളരെ അസഹനീയമായ അസ്വസ്ഥതയായിരുന്നു. ഞാൻ എൻ്റെ 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതി വെച്ചു, തലമുതൽ പാദം വരെ എന്നെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ഉടമ്പടി വസ്തുക്കളിലൂടെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗ്യാസ്ട്രോനെ കാണാൻ പോയി. ഗ്യാസ്ട്രോ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ എൻഡോസ്കോപ്പി ചെയ്യാം, പക്ഷേ നിൻ്റെ സാന്നിധ്യം അറിയിക്കേണ്ടത് ആ ഒരു ടെസ്റ്റ് പോലും ബയോപ്സിക്ക് അയക്കാൻ ഇടവരുത്തരുതെന്നായിരുന്നു. എൻഡോസ്കോപ്പി ചെയ്തു. എൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അൾസറിൻ്റെ ചെറിയൊരു പ്രശ്നമാണുള്ളത്, വേറെ പ്രശ്നമൊന്നുമില്ല, ബയോപ്സിക്കൊന്നും അയക്കേണ്ട അങ്ങനത്തെ ഒരു സീരിയസ് മാറ്ററൊന്നും അല്ലെന്ന് പറഞ്ഞു. മരുന്ന് തന്നു. മരുന്ന് കഴിക്കാൻ തുടങ്ങി. പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ വേഴ്സ് ആവുന്നു. എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അത്രയേറെ അസ്വസ്ഥതയായിരുന്നു. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ മരുന്നൊന്നും കഴിക്കത്തില്ല, അങ്ങയുടെ ഉടമ്പടി വസ്തുക്കളിലൂടെ എനിക്ക് സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു. മാർച്ച് 15-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി വന്ന് പുതുക്കിയത്, 7ാമത്തെ ഉടമ്പടി. മാർച്ച് 15-ന് വന്ന് പുതുക്കി. മെയ് 15 ആയപ്പോൾ എൻ്റെ അസ്വസ്ഥത പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. അത് മുഴുവൻ ഒരു നോയമ്പിൻ്റെ സമയമായിരുന്നു. എനിക്ക് ആ തന്ന യാതനകളെല്ലാം എൻ്റെ ഈശോയുടെ കുരിശിൽ ഞാൻ സമർപ്പിച്ച് ഞാൻ സ്നേഹത്തോടെ അത് സ്വീകരിച്ചു. എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ റാലിക്ക് എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. 2023 ഞാൻ അപ്പം ഉടമ്പടി എടുത്ത ആ ഒരു സമയമായിരുന്നു, സാക്ഷ്യം പറഞ്ഞ സമയമായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ 14 വയസ്സാകുമായിരുന്നു. എൻ്റെ മോൾക്ക് പീരീഡ്സ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറഗുലർ പീരീഡ്സാണ്. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു, 14 വയസ്സായിട്ടും പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ ഡോക്ടറിനെ ഒന്ന് കാണിച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടിയുടെ മകളാണ്, എൻ്റെ മകളെ നീ ഹോസ്പിറ്റലിൽ പോയിട്ട്
പീരീഡ്സ് ആകരുത്, നീ തന്നെ നാച്ചുറലായിട്ട് എനിക്ക് എൻ്റെ കൊച്ചിന് പീരീഡ്സ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് തലേ ദിവസം ഒക്ടോബർ 26 റാലി. ഒക്ടോബർ 25 ഞാൻ എൻ്റെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു. ഒക്ടോബർ 26 ഞാനന്ന് ഫുൾ ഡേ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ മോള് വന്ന് പറഞ്ഞു എനിക്ക് പീരീഡ്സ് ആയെന്ന്. ആദ്യമായിട്ട് എൻ്റെ മോള് പ്രായമായി. എനിക്കത് എൻ്റെ മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് അത് വിളിച്ച് പറയുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ പുറത്തൊരു ആൻറ്റി വന്ന് ഒരു വയസ്സായ ഒരു അമ്മച്ചി വന്ന് നിന്നു. കാരണം എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വീട് തെറ്റിപ്പോയതാണെന്ന്. പക്ഷെ വീട് തെറ്റിപ്പോയതാണെന്ന് പറയണമെങ്കിലും എൻ്റെ മുഖത്ത് ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം എനിക്കെന്തോ എൻ്റെ മാതാവ് വന്നതാണ്. ആ സമയത്ത് തന്നെ അമ്മച്ചി വന്നതുപോലെ അമ്മച്ചി വരികയും എനിക്കത് അമ്മച്ചി മാതാവാണോ എന്ന് ഭയങ്കര ഒരു തോന്നൽ തോന്നുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ ഫുഡ് തരട്ടെ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ പൈസ ഞാൻ അമ്മച്ചിക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അമ്മച്ചി എൻ്റെ മോളിന്ന് ആദ്യമായിട്ട് പ്രായമായി, അമ്മച്ചിയുടെ കയ്യിൽ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി പറഞ്ഞു മോൾ എവിടെ? അപ്പം ഞാൻ പറഞ്ഞു വീട്ടിനകത്തുണ്ട് എന്ന് പറഞ്ഞു. ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അതെൻ്റെ മാതാവെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ എന്നെ ഇടയാക്കിയതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. 2024 ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷൻ വെച്ച് റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ പേഴ്സണൽ ഇൻറ്റൻഷൻ എനിക്ക് സാധിച്ചു കിട്ടുകയും റാലി സക്സസ്ഫുൾ ആക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ എൻ്റെ മോൾക്ക് വേണ്ടി, അതായത് യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന കൊന്ത ചൊല്ലണമെന്ന് എനിക്ക് മനസ്സിലിങ്ങനെ തോന്നിക്കുന്ന സമയത്ത് ഞാൻ 2:30 പച്ചത്തിരി കത്തിച്ച് ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പോൾ പച്ചത്തിരി കത്തിച്ച് കൊന്ത ചൊല്ലുമ്പോഴൊക്കെ എനിക്കതിൽ ഒരുപാട്, അതായത് ആ വിക്ക് ഹാർട്ടിൻ്റെ രൂപത്തിൽ ഫോം ചെയ്യുന്നതായിട്ടും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഒരു ദിവസം എൻ്റെ മോള് ടൂറ് പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങയുടെ ഗ്രേ അങ്കിയിൽ പൊതിഞ്ഞ് എൻ്റെ മകളെ കാത്ത് സംരക്ഷിക്കണമെന്ന്. അന്ന് തിരി നല്ലതായിട്ട് ആളിക്കത്തി. അതിൽ മാതാവ് ഉണ്ണീശോ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പോലെ വാക്സ് ഫോം ചെയ്തു വന്നു. അതുപോലെ തന്നെ നൊയമ്പ് സമയത്തും മാതാവ് കുരിശിലിങ്ങനെ ചാരിയിരിക്കുന്നത് പോലെ അതും ഫോം ചെയ്തു വന്നു. അതെനിക്ക് ശരിക്കും മനസ്സിലായത് ഇവിടെ കൃപാസനം ചാനലിലൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, മാതാവ് ഇങ്ങനെ കുരിശിൻ്റെ ചുവട്ടിൽ ചാരിയിരിക്കുന്നതായിട്ട്. ശരിക്കും അതുപോലെയാണ് എൻ്റെ മെഴുകുതിരിയിലും ഫോം ചെയ്തത് വന്നത്. ഈ ഒരു കൃപകൾക്കായിട്ടും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. പല മാതാപിതാക്കളുടെ മക്കളായ നമ്മൾ ഈ ഒരൊറ്റ അമ്മയിൽ ഒരൊറ്റ നിയോഗമേ ഉള്ളൂ, നിത്യത എന്നുള്ളൊരു നിയോഗം. ഞങ്ങൾക്കെല്ലാം നമ്മുടെ എല്ലാം ഈ ഒരു അമ്മയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വസ്ത മക്കളായിട്ട് ഈശോയെ നിത്യതയോളം വിശദീകരിക്കണം, ഈശോയെ സ്നേഹിക്കണം എന്നുള്ള ഒരൊറ്റ ധർമ്മമേ നമുക്കിപ്പോൾ ഉള്ളൂ. വേറെ നിയോഗങ്ങളോ ഒന്നും, എൻ്റെ നിയോഗങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതി വയ്ക്കാറ്. അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്. ആ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടിയതിനായിട്ടും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ കൂടുതലും ഹോസ്പിറ്റൽസിൽ രോഗികൾക്കാണ് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറ്. പൈസയിൽ, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പം മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ ഈ ഓൺലൈൻ വഴി ഒത്തിരി സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ വഴി ഞാൻ സഹായം ചെയ്യുമ്പോഴെല്ലാം ഞാൻ അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി പറയും. നിങ്ങൾ കൃപാസനത്തിൽ പോകണം, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരുടെ കോൺടാക്റ്റ് നമ്പർ വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറ്. അവരുമായിട്ട് എനിക്കിപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അതിൽ പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചേച്ചിയുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് വരികയും ആ ചേച്ചി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഒരു മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വേനൽക്കാലമായിട്ട് ഒട്ടും വെള്ളം കിട്ടുന്നില്ല, മോള് ഞങ്ങളുടെ ആ സ്ഥലത്ത് വെള്ളം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം വെള്ളം കിണർ കുഴിച്ചു മറ്റൊരു സ്ഥലത്ത് കിണർ കുഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ വെള്ളം വറ്റിപ്പോയി. ഈ വയ്യാത്ത കുട്ടികൾ കാരണം ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്, വെള്ളത്തിന് വളരെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ എൻ്റെ കിണറിൽ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ടും ചേച്ചി മാതാവ് കനിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ ഒരു യോഗ്യതയില്ലാത്ത എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, എന്നാൽ മാലാഖമാരെ പോലത്തെ ഈ മക്കൾക്ക്
നീ വെള്ളം ഇല്ലാതെ അവർ വലയുന്നുണ്ട്, അവരെ നീ സഹായിക്കണം, വേഗം തന്നെ പോയി അമ്മ മാതാവ് അവിടെ പോയി വെള്ളം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചേച്ചിക്കും ഈ ഒരു സന്ദേശം അയച്ചായിരുന്നു. ചേച്ചിയുടെ അടുത്തും പറഞ്ഞു, ചേച്ചി ഉടമ്പടി ജീവിതമാണ് നയിക്കുന്നത്. ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ശനിയാഴ്ചയാണ് ഈ ചേച്ചി വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനൊരു പ്രശ്നം പറഞ്ഞത്. ശനിയാഴ്ച രാത്രി ഞാൻ ഈ ഉടമ്പടി ഉപ്പ് എൻ്റെ കിണറിലിട്ടു, ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു 5 ദിവസത്തിൽ കൂടരുത് കേട്ടോ മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. ഞായറാഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ സമയത്തിന് ചൊല്ലുന്നതിന് മുമ്പ് എനിക്കൊരു മൊബൈൽ എടുത്ത് നോക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ആ ചേച്ചിയുടെ മെസ്സേജ് ഞായറാഴ്ച രാത്രി 11:30 കിടപ്പുണ്ട്. ചേച്ചി പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് കിണർ കുഴിക്കാൻ ആൾ വന്നു. എവിടെയാണോ കിണർ വറ്റിപ്പോയത് ആ സ്ഥലത്ത് 1 മണിക്കൂറേ അവർ കുഴിച്ചിട്ടുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ നല്ല തെളിഞ്ഞ വെള്ളം വന്നു. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾക്ക് വെള്ളമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മോക്ക് 1000 നന്ദി പറഞ്ഞാണ് ആ ചേച്ചി വെച്ചത്. എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. എൻ്റെ മാതാവ് ഇത്ര പെട്ടെന്ന് ആഗ്രഹം സാധിച്ചു തന്നതിനായിട്ട് എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എന്ന് പറഞ്ഞ ഈ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ട് കൂടുതൽ വളർന്ന് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാനും എൻ്റെ മക്കളെല്ലാവരും സാക്ഷ്യം പറയാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ ഒരു എളിയൊരു സന്ദേശം പറയാൻ എനിക്ക് അനുവദിക്കുക